തൃശൂർ വാച്ചുമരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഈ വാച്ചുമരം ഭാഗത്തുള്ള, അതായത് ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് ഈ വനത്തിനുള്ളിലേക്ക് പോയത്. ആ സമയം ഈ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചിടുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വത്സയുടെ മൃതദേഹം നിലവിൽ വാഴച്ചാലാണുള്ളത്. അവിടെ നിന്നും ആംബുലൻസിൽ കയറ്റി നേരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. എന്തായാലും ഒരു ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചും ചവിട്ടിയുമാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ 62 വയസ്സാണുള്ളത്. അല്പസമയത്തിനകം ചാലക്കുടി ആശുപത്രിയിലേക്ക് ഈ വത്സയുടെ മൃതദേഹം കൊണ്ടുവരും. ഊരുമുപ്പന്റെ ഭാര്യ കൂടിയാണ്. നേരത്തെ തന്നെ ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വനത്തിൽ വനവിഭവം ശേഖരിക്കാൻ വേണ്ടി ഈ ഉരുമുപ്പന്റെ ഭാര്യ പോയത്. തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതും ഈ ചവിട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളതും. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ചാലക്കുടിയിലേക്ക് ഈ മൃതദേഹം എത്തിക്കുന്നതോടുകൂടി അവരോടൊപ്പം തന്നെ ഈ ഊരിലുള്ള ജനങ്ങളുമുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ ഊരിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം നേരത്തെ തന്നെ ഈ ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം ഉണ്ടായിരുന്നു. ഇത് വരുന്നത് പെരിങ്ങൽകുത്ത് ഈ വാച്ചുമരം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കും ഇടയിലുള്ള സ്ഥലം കൂടിയാണ്. നേരത്തെ മലക്കപ്പാറയിലും അതിരപ്പള്ളിയിലും നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കാട്ടാനക്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ പുലിയുടെയും ഒക്കെ ശല്യം രൂക്ഷമായിരുന്നു. തുടർന്ന് അവിടെയുള്ള ജനങ്ങൾ ഈ DFO ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹവും സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ വനത്തിനുള്ളിലോട്ട് കടന്ന സമയത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കാനായാണ് സാധാരണയായി ഊരിലുള്ള ജനങ്ങളൊക്കെ വനവിഭവങ്ങളാണ് ശേഖരിക്കുക. അവർ അതിനു വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തുനിന്നും നേരത്തെ തന്നെ കാട്ടാന ശല്യം ഊരിൽ രൂക്ഷമായുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതിൽ ആ ഒരു ശല്യം, അതായത് വന്യമൃഗ ശല്യം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കാട്ടിലേക്ക് പോയ ഈ ഒരു വയോധികയെ കൂടെ ഇപ്പോൾ കാട്ടാന കൊന്നിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ വാഴച്ചാലുള്ള ഈ മൃതദേഹം ഇപ്പോൾ ചാലക്കുടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യ മനോജ്, ഈ ഊരിൽ സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളതാണോ? തീർച്ചയായും ഈ ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലകളിൽ തുടർച്ചയായി കാട്ടാനയുടെ ശല്യമുണ്ട്. കാരണം റോഡിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. വലിയ ഇതുവഴി പോകുന്ന വിനോദസഞ്ചാരികൾക്കും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണം ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഊരിലും, അതായത് പെരിങ്ങൽകുത്ത്, മലക്കപ്പാറ, അതിരപ്പള്ളി ഈ മേഖലയിലൊക്കെ വന്യമൃഗ ശല്യം രൂക്ഷം തന്നെയാണ്. അവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ അവരുടെ ഭീതി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കാട്ടിലേക്ക് കയറവേ ഈ ഒരു ഊരുമുപ്പന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുള്ളത്. അതും കാട്ടാനയുടെ ആക്രമണത്തിൽ. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെ വനം വകുപ്പിന് ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം കാട്ടിലേക്ക് കയറിയ സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് നേരത്തെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഈ ആനകൾ ഇറങ്ങിയിട്ട് പോലും വനംവകുപ്പിന് കൃത്യമായും അതിലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി അവിടെയുള്ള ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യം അവിടെയുള്ള മറ്റ് ജനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ പോലും അതിൽ കൃത്യമായും സുരക്ഷ ഒരുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും നിലവിൽ ഇപ്പോൾ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയ, അതായത് വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ജനവാസ മേഖലയിലേക്കും ഈ ആനകൾ ഇറങ്ങുന്നത് തുടരുകയാണ്. ആ ഒരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങളൊക്കെ. ആ ഭീതി നിലനിൽക്കുമ്പോഴാണ് ഒരു മരണം കൂടെ സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യ മനോജ്, ഇപ്പം മൃതദേഹം എവിടെയാണ്? ചാലക്കുടി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ വാഴച്ചാലിലാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്നും ആംബുലൻസ് കയറ്റി നേരെ ചാലക്കുടി ആശുപത്രിയിലേക്ക്, അതായത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും. ഈ കാട്ടിനുള്ളിൽ നിന്നുമാണ് ഈ മൃതദേഹം കൊണ്ടുവരുന്നത്. എന്തായാലും ഈ അതിരപ്പള്ളി, മലക്കപ്പാറ, വാഴച്ചാൽ മേഖലയെല്ലാം തന്നെ ഏകദേശം ഫോറസ്റ്റ് മേഖലകളാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഊരുകൾ, അതായത് ഈ വനവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ഈ ഊരുകളിൽ നിന്നും ഓരോ ഊരുമൂപ്പന്റെ ഭാര്യ ഇത്തരത്തിൽ വനവിഭവം ശേഖരിക്കാൻ വേണ്ടി പോയത്. 62 വയസ്സുള്ള വത്സയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ഈ കാട്ടിനകത്തു നിന്നും മൃതദേഹം ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വന്യമൃഗ ശല്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള വനവാസി വിഭാഗത്തിലുള്ള
ജനങ്ങൾക്ക് പോലും ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, അവർക്ക് വനവിഭവം ശേഖരിക്കാൻ കാടിനുള്ളിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മരണം കൂടെ അവസാനമായി ഇപ്പോൾ ഈ പെരിങ്ങൽകുത്ത് മേഖലയിൽ ഈ വാച്ചുമര കാടിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളത്. ദൃശ്യ മനോജ്, അതിരപ്പള്ളി വാഴച്ചാൽ അതുപോലെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ കാട്ടാന ശല്യത്തെ തുടർന്ന്? നിലവിലിപ്പോൾ കാട്ടാന ശല്യത്തെ തുടർന്ന് നിയന്ത്രണമൊന്നും യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ വിനോദസഞ്ചാരികൾ അടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാട്ടാന കൂട്ടം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വാഹനങ്ങളുമായി പോകാൻ പറ്റുന്നില്ല. കാരണം ഈ എപ്പോഴാണ് കാട്ടാന ആക്രമിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം മുൻപ് നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിരുന്നു കാട്ടാനക്കൂട്ടം ഈ യാത്രക്കാരെയൊക്കെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ കാടിനുള്ളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള താമസിക്കുന്ന ജനങ്ങൾക്ക് വീടിൽ നിന്നും പുറത്തിറങ്ങാനോ ചില സാഹചര്യങ്ങളിൽ സാധിക്കാറില്ല. കാരണം ഈ കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ മറ്റ് ശല്യങ്ങളൊക്കെ, അതായത് പുലിയുടെ ഉൾപ്പെടെ സാന്നിധ്യം നിരന്തരമുണ്ട്. ഈ അതിരപ്പള്ളി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ദിവസവും ഈ വളർത്തു മൃഗങ്ങളെ, അതായത് പശുവിനെയൊക്കെ കടിച്ചുകൊന്ന് അവിടെ നിന്നും ഈ പുലി കടന്നു കളഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവിടെയുള്ള ജനങ്ങൾ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യം, ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൂടെ മരിച്ചിരിക്കുന്നത്. അതും 62 വയസ്സായിട്ടുള്ള ഈ ഊരുമൂപ്പന്റെ ഭാര്യ കൂടിയാണ് ഈ മരിച്ച ഈ വത്സ. എന്തായാലും ഈ വനവിഭവം ശേഖരിക്കാനായി കാടിനുള്ളിലേക്ക് നേരത്തെ തന്നെ ആ ഊരിലെ ജനങ്ങൾ പോകുമായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ, അതായത് കാടിലെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ ആന എത്തി തുമ്പിക്കൈ കൊണ്ട് അടിച്ചിടുകയായിരുന്നു. തുടർന്നാണ് ചവിട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മൃതദേഹം കാടിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ആംബുലൻസ് പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അവരുടെ നിന്നും ചാലക്കുടിയിലേക്ക് ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ദിശ. മനോജ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് നേര്യമംഗലത്തും ഇതുപോലെ കാട്ടാന ആക്രമണത്തിൽ ഒരു വീട്ടമ്മ കൊല്ലപ്പെട്ടിരുന്നു. പ്രദേശത്ത് വൻ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെയായിരുന്നു ഉയർന്നിരുന്നത്. ഈ പ്രദേശത്ത് ഈ തൃശ്ശൂർ വാച്ചുമരത്തിൽ ഇതുപോലെ എന്തെങ്കിലും പ്രതിഷേധങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നിലവിലിപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങളല്ലാതെ പ്രതിഷേധമായി വലിയ തരത്തിലൊന്നും നടത്തില്ല. കാരണം കാടിനുള്ളിലേക്ക് കയറിപ്പോയപ്പോഴാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ജനവാസ മേഖലയിൽ നേരത്തെ കാട്ടാനക്കൂട്ടമൊക്കെ ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കാടിനുള്ളിൽ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയത് കൊണ്ട് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ഈ സ്ത്രീ മരിച്ചു. തുടർന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുക. ഇതുവരെയും യാതൊരു തര പ്രതിഷേധങ്ങളും ഈ മേഖലയിലില്ല. ഇനി ഈ മൃതദേഹം ചാലക്കുടിയിൽ എത്തിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ജനങ്ങളുടെ പ്രതികരണമെന്ന് നോക്കണം. കാരണം നിരന്തരമായി ഈ കാട്ടാനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം ഈ മേഖലയിൽ തുടരുകയാണ്. അതിൽ തന്നെയാണ് അവിടെയുള്ള ഈ ജനങ്ങളും നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ DFOയുടെ ഓഫീസിൽ ഉൾപ്പെടെ സത്യാഗ്രഹം നടത്തിയിരുന്നു. ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടും വനം വകുപ്പിന് അതിൽ കൃത്യമായൊരു സംവിധാനം ഒരുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നിലവിലിപ്പോൾ കാടിനുള്ളിലേക്ക് കയറിയ ആ ഒരു സാഹചര്യത്തിലാണ് ആക്രമണം ഏറ്റിട്ടുള്ളത്. തുടർന്നാണ് ഈ ആന ഈ സ്ത്രീയെ കൊന്നിട്ടുള്ളത്. ഇനി ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം എത്തരത്തിലാവണമെന്ന് ഇനിയുള്ള മണിക്കൂറുകളിൽ വ്യക്തമാകും. ദൃശ്യ തൃശ്ശൂർ വാച്ചുമരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് മനോജ് നൽകിയിരുന്നത്. മനോജ് കേൾക്കാമെങ്കിൽ പ്രദേശത്ത് ഈ ഊരുകളിൽ കാട്ടാനയെ കൂടാതെ മറ്റു വന്യമൃഗശല്യങ്ങളും അതിരൂക്ഷമല്ലേ? തീർച്ചയായും കാട്ടാന മാത്രമല്ല, പുലിയുടെ അതുപോലെ തന്നെ മറ്റ് കാട്ടുപോത്തിന്റെ ആയാലും ശല്യം രൂക്ഷം തന്നെയാണ്. ജനങ്ങളൊക്കെ തന്നെ അവരുടെ ഭീതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മരിച്ച സ്ത്രീയുടെ മൃതദേഹം കാടിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ നിന്നും ആംബുലൻസിൽ കയറ്റി ഈ ചാലക്കുടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലുള്ള ജനങ്ങളൊക്കെ തന്നെ വളരെയധികം ഭീതിയിലാണ്. കാരണം അവരുടെ ഊരുമൂപ്പന്റെ ഭാര്യയാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഈ ഊരുകളിൽ താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട ഈ സാധാരണയായിട്ടുള്ള അവർ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ അത് ശേഖരിക്കാനായി ഇനി കാടിനുള്ളിലേക്ക് മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നത്. തൃശ്ശൂർ വാച്ചുമരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധിക മരിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് മനോജ് നൽകിയത്.